ഈ ലോകത്ത് നമ്മൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ചില സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുമെങ്കിലും നമുക്കാരും അതിൻ്റെ കൃത്യമായ ഒരു ഉത്തരം പറഞ്ഞു തരില്ല. ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ സോഡ മാത്രം കുടിച്ച് ജീവിച്ചാൽ എങ്ങനെയുണ്ടാകും? വണ്ടിയിൽ പെട്രോളിന് പകരം ഡീസൽ ഒഴിച്ചാൽ എന്ത് സംഭവിക്കും? അങ്ങനെ നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രസകരമായ 10 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. 10 വീഡിയോയിൽ പറയേണ്ട കാര്യങ്ങൾ ഒറ്റ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. അപ്പോഴെങ്ങനെ, ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. നമ്പർ 10. 30 ദിവസം കണ്ണടച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മൾ വിചാരിക്കും നമ്മുടെ ശരീരത്തിലെ എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന്. എന്നാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് കണ്ണ് ചിമ്മുക എന്നത്. ചുരുങ്ങിയത് 5 സെക്കൻഡിനുള്ളിൽ ഓരോ മനുഷ്യനും കണ്ണ് ചിമ്മും. നമ്മുടെ കണ്ണിലെ പൊടിയും മറ്റ് അഴുക്കും ഓട്ടോമാറ്റിക്കായി റിമൂവ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കണ്ണ് ചിമ്മുന്നത്. എന്നാൽ ഒരു മാസം കണ്ണ് ചിമ്മിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആലോചിക്കാൻ കൂടെ വയ്യല്ലേ? അങ്ങനെ ഒരു ടീം അംഗങ്ങൾ ഇത്തരത്തിൽ പരീക്ഷണം നടത്തുവാൻ തീരുമാനിച്ചു. എന്നാൽ 30 ദിവസം പോയിട്ട് 50 മിനിറ്റ് പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഇതിനെപ്പറ്റി സയൻറ്റിസ്റ്റുകൾ പറയുന്നത്, 2 ദിവസം തന്നെ നമ്മൾ കണ്ണ് ചിമ്മാതെ ഇരുന്നാൽ നമ്മുടെ ലെൻസ് ഡ്രൈ ആവുകയും പൊടിപടലങ്ങൾ കൊണ്ട് നിറയുകയും ചെയ്യും. അത് വൈകാതെ ഇൻഫെക്ഷനായി മാറുകയും നമ്മുടെ കാഴ്ചശക്തി നഷ്ടമാക്കുകയും ചെയ്യുമെന്നാണ്. നമ്പർ 9. തലച്ചോറിലെ സ്റ്റോറേജ് ഫുള്ളായാൽ എന്ത് സംഭവിക്കും? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ ഓർഗനാണ് തലച്ചോർ. അത് തലച്ചോറാണ് എന്ന് പറഞ്ഞു തരുന്നത് തന്നെ തലച്ചോറാണ്. ആള് പിന്നെ സ്വയം പുകഴ്ത്തി ആയ കാരണം കുഴപ്പമൊന്നുമില്ല. എന്തായാലും നമ്മുടെ കയ്യിലുള്ള മെമ്മറി കാർഡിനൊക്കെ ഒരു നിശ്ചിത സ്റ്റോറേജ് ഉണ്ടാകുമല്ലേ? അതിനപ്പുറം ഒന്നും തന്നെ അതിൽ സൂക്ഷിക്കാനാവില്ല. എന്നാൽ നമ്മുടെ ബ്രെയിനിലെ സ്റ്റോറേജ് ഫുള്ളായാൽ എങ്ങനെയുണ്ടാകും? എന്തായാലും ഇതിൻ്റെ ഉത്തരം ചില ന്യൂറോ സർജറി പ്രൊഫസേഴ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറയുന്നത്, ഒരു സാധാരണ മനുഷ്യൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 2.5 പെറ്റാബൈറ്റ്സ് ആണ്. ഈ ഒരു മെമ്മറി കാർഡ് വെച്ച് 4000 വർഷം മുഴുവൻ പാട്ട് സ്റ്റോറേജ് ചെയ്താലും അത് ഫുള്ളാവില്ല. ഒരു ശരാശരി മനുഷ്യൻ ഏറിപ്പോയാൽ 140 വർഷം വരെ ജീവിക്കൂ. അപ്പോൾ ബാക്കി 3860 വർഷങ്ങൾ ബാക്കിയുണ്ട്. പക്ഷേ ഇന്ന് മെമ്മറി കാർഡിലെ വൈറസ് പോലെ അൾഷിമേഴ്സ് മറവി രോഗം തുടങ്ങി പല രോഗങ്ങളും തലച്ചോറിനെ ബാധിക്കുന്നുണ്ട്. നമ്പർ 8. വണ്ടിയിൽ പെട്രോളിന് പകരം ഡീസൽ അടിച്ചാൽ എന്ത് സംഭവിക്കും? ഈയൊരു സംഭവം പല ആളുകൾക്കും സംഭവിക്കാറുണ്ട്. പെട്രോളിന് ഓടുന്ന വണ്ടിയിൽ ഡീസൽ അടിക്കുക, അല്ലെങ്കിൽ ഡീസലിന് ഓടുന്ന വണ്ടിയിൽ പെട്രോൾ അടിക്കുക. എന്നാൽ അങ്ങനെ അടിച്ചാൽ എന്ത് സംഭവിക്കും എന്നത് പല ആളുകൾക്കും അറിയാത്ത ഒരു കാര്യമാണ്. എഞ്ചിനുകളുടെ പ്രവർത്തന സംവിധാനത്തിലാണ് പ്രധാനമായും പ്രശ്നം സംഭവിക്കുക. എഞ്ചിൻ്റെ ആന്തരിക ഭാഗങ്ങൾ വഴിമാറി നടക്കാൻ ഡീസൽ എഞ്ചിനുകൾ ഇന്ധനം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഈയൊരു സംവിധാനം ഒരു പ്രധാന പ്രശ്നത്തെ ബാധിക്കാറുമുണ്ട്. ഒഴിക്കുന്ന പെട്രോളിന് ലൂബ്രിക്കേറ്റിംഗ് ശേഷി ഇല്ലാത്ത കാരണം വണ്ടിയുടെ എഞ്ചിന് വ്യാപകമായ തകരാറുകൾ സംഭവിക്കും. ചുരുക്കി പറഞ്ഞാൽ വണ്ടിക്ക് പണി കിട്ടും എന്ന് തന്നെ. നമ്പർ 7. കുരങ്ങന്മാർ ഗോഷ്ടി കാണിക്കുന്നത് എന്തുകൊണ്ട്? കുരങ്ങന്മാർ പല തരത്തിലുള്ള വികാരങ്ങൾ പുറത്തു കാണിക്കുന്നത് ഗോഷ്ടികളിൽ കൂടിയാണ്. എന്നാൽ ഈ ഗോഷ്ടികൾക്ക് നാം ഉദ്ദേശിക്കുന്ന അർത്ഥമല്ലുള്ളത്. ജന്തുക്കളുടെ പെരുമാറ്റ രീതികൾ പലപ്പോഴും മനുഷ്യരുടേതിൽ നിന്നും വ്യത്യസ്തമാണ്. കുരങ്ങന്മാർ ചിരിക്കുന്നത് പോലെ കാണിക്കുമ്പോൾ വാസ്തവത്തിൽ അതിനു പുറകിലുള്ള വികാരം ആഹ്ലാദമോ സന്തോഷമോ ഒന്നും തന്നെയല്ല, പേടിയോ തോൽവിയോ ആണ്. അതുപോലെ കോട്ടുവായിടുന്ന ഒരു കുരങ്ങൻ ശത്രുവിനെ ഭീഷണിപ്പെടുത്തുവാനാണ് അങ്ങനെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ചില സമയത്തൊക്കെ കുരങ്ങന്മാർ പരസ്പരം പേൻ നോക്കുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സത്യത്തിൽ അവർ പേൻ നോക്കുകയല്ല, തമ്മിലുള്ള സ്നേഹബന്ധത്തിന് കൂടുതൽ കെട്ടുറപ്പ് വരുത്തുകയാണവർ. മുടിയിൽ നിന്നും വായിലേക്ക് കൊണ്ടുപോകുന്നത് മിക്കപ്പോഴും പേനായിരിക്കുകയില്ല, മറിച്ച് ഉണങ്ങിയ തൊലിയുടെ അംശമോ മറ്റോ ആയിരിക്കും. കുരങ്ങുകൂട്ടത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ പേൻ നോക്കൽ എന്ന് നാം പറയുന്ന ഈ ഒരു പ്രക്രിയക്ക് വളരെയധികം പ്രാധാന്യം അവർ നൽകുന്നുണ്ട്. നമ്പർ 6. രാത്രിയിൽ ചിവീടുകൾ ശബ്ദമുണ്ടാക്കുന്നത് എന്തിനാണ്? ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ചിവീടുകൾ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചിവീടുകൾ ശബ്ദം പുറപ്പെടുവിക്കുന്നത് അവയുടെ ഇണകളെ ആകർഷിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ വളപ്പിലും മറ്റും കാണുന്ന ചിവീടുകളും കാട്ടിനുള്ളിൽ വസിക്കുന്ന ചിവീടുകളും രാത്രിയിൽ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കാറുണ്ട്. ഷഡ്പദങ്ങളിലധികവും ശബ്ദമുണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ ഏതെങ്കിലും 2 ഭാഗങ്ങൾ തമ്മിൽ ഉരസിയാണ്. നാടൻ ചിവീടുകളുടെ പുറകിലാണ് ഈ അവയവമുള്ളത്. അതിൽ ഒന്ന് അരം പോലെ വക്കുള്ളതും മറ്റേത് ചീവുളി പോലെയുള്ളതുമാണ്. ഇവ തമ്മിൽ ഉരസുമ്പോഴാണ് നമ്മൾ ശബ്ദം കേൾക്കുന്നത്. ഈ ഒരു ശബ്ദം കേൾക്കാൻ ഇണകൾക്ക് പ്രത്യേക കഴിവുമുണ്ടാകും. ചുരുക്കി പറഞ്ഞ എങ്ങനെയെങ്കിലും തൻ്റെ ഇണയെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിവീട് സാർ ഇങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ചിവീട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ അവരെ ശല്യപ്പെടുത്താതിരിക്കുക. എങ്ങനെയും പാവങ്ങൾ സെറ്റായിക്കോട്ടെ, നമുക്കോ നടക്കുന്നില്ല, അവരെങ്കിലും ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന്
നമ്പർ 5, റോക്കറ്റ് പറക്കുമ്പോൾ എന്തുകൊണ്ടാണ് പിന്നിൽ വെളുത്ത വരകൾ പ്രത്യക്ഷപ്പെടുന്നത്? ചെറുപ്പത്തിലൊക്കെ റോക്കറ്റ് പോകുമ്പോൾ ഞാനിങ്ങനെ നോക്കി നിന്നിട്ടുണ്ട് എത്ര നേരം ആ വെള്ള വരകൾ അവിടെ നിൽക്കുമെന്ന്. ഇപ്പോൾ നോക്കിയിരിക്കാറുണ്ട്, അത് വേറെ കാര്യം. പല ആളുകളും ചിന്തിച്ചിരിക്കുന്നത് അത് റോക്കറ്റിൻ്റെ പുകയാണ് എന്നതാണ്. എന്നാൽ സത്യത്തിൽ അത് റോക്കറ്റിൻ്റെ പുകയല്ല. ജെറ്റ് എഞ്ചിനകത്ത് ഇന്ധനം കത്തുമ്പോൾ ഇന്ധനത്തിൽ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജനും വായുവിലെ ഓക്സിജനുമായി ചേർന്ന് നീരാവി രൂപം കൊള്ളുന്നു. ഈ നീരാവി പുറന്തള്ളപ്പെടുമ്പോൾ വെളുത്ത വരയുടെ രൂപത്തിലുള്ള മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് നാം കാണുന്ന വെളുത്ത വരകൾ. നമ്പർ 4, പൂച്ചയ്ക്ക് മീശരോമമുള്ളത് എന്തുകൊണ്ട്? പൂച്ചയുടെ മീശരോമങ്ങൾ അലങ്കാരത്തിനുള്ളവയാണ് എന്ന് നിങ്ങൾ കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇര തേടി നടക്കുമ്പോൾ പരിസരത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് കണ്ണ്, ചെവി തുടങ്ങി അവയവങ്ങളോടൊപ്പം പൂച്ച അതിൻ്റെ മീശരോമങ്ങളും ഉപയോഗിക്കാറുണ്ട്. രാത്രി നേരത്തെ ഇര തേടുന്നതിന് മീശരോമങ്ങൾ പ്രത്യേകിച്ചും പ്രയോജനപ്പെടുത്തുന്നു. ഇരുണ്ട മാളങ്ങളിലേക്കും കലവറ മുറിയിലേക്കും മറ്റും പ്രവേശിക്കുന്നതിന് മുമ്പ് പൂച്ച തല മുമ്പോട്ട് നീട്ടി മീശരോമങ്ങൾ കൊണ്ട് ചുറ്റുപാടുകളെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. ചുരുക്കി പറഞ്ഞാൽ കണ്ണ്, ചെവി പോലെ തന്നെയാണ് അവക്ക് അവയുടെ മീശരോമവും. നമ്പർ 3, എന്തുകൊണ്ടാണ് ബൾബിനടുത്തേക്ക് പ്രാണികൾ വരുന്നത്? നിശാശലഭങ്ങൾ സഞ്ചാരദിശ നിശ്ചയിച്ചിരിക്കുന്നത് ചന്ദ്രപ്രകാശം നിരീക്ഷിച്ചാണ്. മറ്റു വെളിച്ചത്തിൻ്റെ സാന്നിധ്യത്തിൽ അവക്ക് ദിശ നിർണ്ണയിക്കാൻ സാധിക്കില്ല. അപ്പോൾ കാണുന്ന വെളിച്ചത്തിന് നേരെ അവ സഞ്ചരിക്കും. അതുകൊണ്ടാണ് ബൾബിട്ടാൽ നേരെ പ്രാണികൾ ബൾബിനടുത്തേക്ക് വരുന്നത്. എന്നാൽ ചുവപ്പ്, മഞ്ഞ എന്നീ പ്രകാശങ്ങൾ അവക്ക് കാണുവാൻ സാധിക്കില്ല. നമ്പർ 2, മിന്നൽ അടിയിൽ നിന്ന് പൊട്ടിയാൽ എന്ത് സംഭവിക്കും? മിന്നലടിയും ഇടിവെട്ടുമൊക്കെ പ്രകൃതിയുടെ ഓരോ വികൃതിയാണ്. പലപ്പോഴും മിന്നലിനെ നമുക്ക് പേടിയില്ലെങ്കിലും ഇടിവെട്ടുമ്പോഴാണ് നമ്മൾ കൂടുതലായി പേടിക്കുക. എന്നാൽ നമ്മൾ ശരിക്കും ഭയക്കേണ്ടത് മിന്നലിനെയാണ്. സാധാരണ മിന്നൽ ഭൂമിയിൽ നിന്ന് പൊട്ടുന്നത് വളരെ റെയറാണ്. അത് ആകാശത്ത് വെച്ച് തന്നെ തീരും. എന്നാൽ ചില സമയത്ത് മിന്നൽ ഭൂമിയിൽ വെച്ച് തന്നെ പൊട്ടും. എന്നാൽ എന്താവും മിന്നൽ ഭൂമിയിൽ നിന്ന് പൊട്ടിയാൽ സംഭവിക്കുക? ഒരു എയർപോർട്ട് സർവൈലൻസ് ക്യാമറയിൽ നിന്നായിരുന്നു മിന്നൽ ഭൂമിയിൽ അടിക്കുന്ന ദൃശ്യം പതിഞ്ഞത്. അങ്ങനെ കുറച്ചു കഴിഞ്ഞവർ ആ സ്ഥലം പരിശോധിച്ചപ്പോൾ അവിടെ ആകെ പൊട്ടി തരിപ്പണമായി പോയിരുന്നു എന്ന് മാത്രമല്ല, ആ സ്ഥലത്തെ ചൂട് വിട്ടു മാറിയിട്ടുണ്ടായിരുന്നില്ല. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ മിന്നൽ റോട്ടിലാണ് അടിക്കുന്നതെങ്കിൽ റോട്ടിലെ ടാർ വരെ ഉരുകാൻ ചാൻസ് ഉണ്ട്. മിന്നൽ ഒരു കില്ലാടി തന്നെ. നമ്പർ 1, സോഡ മാത്രം കുടിച്ച് ജീവിച്ചാൽ എങ്ങനെയുണ്ടാകും? വെള്ളം കുടിക്കാതെ ജീവിക്കാൻ ഈ ലോകത്ത് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും സസ്യങ്ങൾക്ക് പോലും സാധിക്കില്ല. 2 ആഴ്ച വരെ ഭക്ഷണമില്ലാതെ മാക്സിമം ഒരാൾക്ക് ജീവിക്കാൻ സാധിക്കും. അത് തന്നെ കൂടുതലാണ്. എന്നാൽ വെള്ളമില്ലാതെ 4 ദിവസം മാത്രമേ മനുഷ്യർക്ക് ജീവിക്കാനാകൂ. എന്നാൽ വെള്ളത്തിനു പകരം സോഡ മാത്രം കുടിച്ചാൽ എങ്ങനെയുണ്ടാകും? ഈ വീഡിയോയിൽ കാണുന്ന പെൺകുട്ടികൾ ഇത്തരത്തിൽ വെള്ളം ഉപേക്ഷിച്ച് സോഡ മാത്രം കുടിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം 12 ക്യാൻ സോഡ വരെ ഇരുവരും കുടിച്ചു തീർത്തു. ഷുഗർ ഇല്ലാത്ത ഡയറ്റ് സോഡയാണ് ഇരുവരും കുടിച്ചത്. എന്തായാലും അത് ശരീരത്തിന് ഹാനികരമായതിനാലും അവരുടെ തടി വളരെ കൂടിയതിനാലും 16 എണ്ണത്തിൽ നിന്നും 6 എണ്ണമാക്കി ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും ഡയറ്റ് സോഡ ആയതിനാൽ കാര്യമായ പ്രശ്നം ഒന്നും തന്നെയില്ല. അപ്പോൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ഏതാനും ചില ചോദ്യങ്ങളുടെ ഉത്തരങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോസ് കാണാൻ ഈ ചാനൽ ഉറപ്പായും സന്ദർശിക്കുക. അത് തന്നെ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ.